എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് ഇൻ്റർവ്യൂ വഴി നിയമനമുണ്ട്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഈ വീഡിയോയിൽ 3 നോട്ടിഫിക്കേഷൻ നോക്കുന്നുണ്ട്. 3ൻ്റെയും ഇൻ്റർവ്യൂ ഡേറ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി കൊച്ചിയാണ് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം വരുന്നത്. തസ്തികയുടെ പേര് യങ് പ്രൊഫഷണലാണ്. ഈ ജോലി വരുന്നത് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. ജോലിയുടെ കാലാവധി വരുന്നത് 5 വർഷത്തേക്കായിരിക്കും. അതായത് 2029 വരെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രോജക്റ്റ് തീരുന്നവരെ ആയിരിക്കും. ഏതാണോ ആദ്യം അത്രയും കാലമായിരിക്കും ജോലി വരുന്നത്. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് വരുന്നത് യങ് പ്രൊഫഷണലാണ്. വേക്കൻസി 1. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 30,000 രൂപയാണ്. ഈ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഫ്രം ഫിഷറീസ് ആണ്, അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് ഫ്രം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സയൻസ് ആണ് വേണ്ടത്. അതായത് BSc അഗ്രികൾച്ചർ, അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, അല്ലെങ്കിൽ ഹോം സയൻസ് ഓർ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ കാൻഡിഡേറ്റ്സിന് ഇംഗ്ലീഷും ഹിന്ദിയും സ്പീക്ക് ചെയ്യാനും റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനുമുള്ള എബിലിറ്റി ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡിസറബിൾ ക്വാളിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഒറീസയിലും ആസാമിലൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ തന്നെ മുൻഗണന ഉണ്ടായിരിക്കും. പ്രായപരിധി 21 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും ഏജിൽ ഇളവുമുണ്ട്. ഈ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ വരുന്നത് ജനുവരി 9 രാവിലെ 10:30-ക്കാണ്. ഇനി അടുത്തത് നോക്കാം. അടുത്ത പോസ്റ്റും യങ് പ്രൊഫഷണലാണ്. പക്ഷേ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിഷറി സയൻസ്, അല്ലെങ്കിൽ ഫിഷ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി, അല്ലെങ്കിൽ കെമിസ്ട്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ക്വാളിഫിക്കേഷൻ വേണ്ടത് PG ഡിഗ്രിയാണ് ഇൻ ഫിഷറി സയൻസ്, അല്ലെങ്കിൽ ഫിഷ് ന്യൂട്രീഷൻ, അല്ലെങ്കിൽ കെമിസ്ട്രി, അല്ലെങ്കിൽ ബയോകെമിസ്ട്രി ആണ് വേണ്ടത്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 30,000 രൂപയാണ്. പ്രായപരിധി 21 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്ക് 50 വയസ്സ് വരെയും OBC കാറ്റഗറി ആണെങ്കിൽ 48 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഈ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ വരുന്നത് ജനുവരി 8 രാവിലെ 10:30-ക്കാണ്. ഇനി അടുത്ത പോസ്റ്റും യങ് പ്രൊഫഷണലാണ്. പക്ഷേ ക്വാളിഫിക്കേഷൻ വേണ്ടത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ഫിഷ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജി ഇൻ ഫിഷറീസ് ഓർ ഇൻഡസ്ട്രിയൽ ഫിഷറീസ് ടെക്നോളജി ഓർ ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ സബ്ജക്ട്സിൽ PG ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 21 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടാതെ SC/ST കാറ്റഗറിക്കും OBC കാറ്റഗറിക്കും പ്രായത്തിൽ ഇളവുമുണ്ട്. ഈ തസ്തികയിലേക്ക് ഇൻ്റർവ്യൂ വരുന്നത് ജനുവരി 7 രാവിലെ 10:30-ക്കാണ്. അപ്പോൾ തസ്തിക സെയിം ആണെങ്കിലും ക്വാളിഫിക്കേഷൻ വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഡേറ്റും വ്യത്യാസമാണ്. ഇൻ്റർവ്യൂ ദിവസം രജിസ്ട്രേഷൻ രാവിലെ 9 മണിക്ക് തന്നെ തുടങ്ങുന്നതായിരിക്കും. 10:30-ക്ക് ക്ലോസ് ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നവർ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും ഒറിജിനൽ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാസ്റ്റ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കൊണ്ടുപോകണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ബയോഡേറ്റയും കൊണ്ടുപോകേണ്ടതാണ്. ബയോഡേറ്റയിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കണം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വെന്യൂ വരുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി, CIFT ജംഗ്ഷൻ, മത്സ്യപുരി PO കൊച്ചിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻ്റർവ്യൂവിന് പോകുന്നവർ നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക. സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ ജനുവരി 7, 8, 9 തീയതികളിലാണ് ഇൻ്റർവ്യൂ വരുന്നത്. ഓരോന്നിൻ്റെ യോഗ്യത അനുസരിച്ച് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.